ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, മറിച്ച് എൻ്റെ ഒരു ഫോളോവർ, അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ, അതായത് ജിൽന എന്നാണ് ആ കുട്ടിയുടെ പേര്. എനിക്ക് ആ കുട്ടീനെ പേഴ്സണലി അറിയില്ല. എന്റെ അടുത്ത് ഒരു കമന്റ്, അതായത് എന്നെ ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു. ഈ അടുത്ത് ഞാൻ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ഈ ഒരു കുട്ടി, ഈ ജിൽന എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ്, ചേച്ചിയുടെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അധികം കൂടുതൽ കമന്റുകൾ ഒന്നുമില്ല, ആകെ ഒറ്റ ഒരു കമന്റ് മാത്രമേ ഉള്ളൂ അതിനെ ആവശ്യപ്പെട്ടിട്ട്. പക്ഷെ ആസ് എ ബിഗിനർ എനിക്ക് ആ കമന്റ് ഭയങ്കര, എന്താ പറയാ, സ്പെഷ്യൽ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പൊ വീഡിയോ മറ്റൊന്നുമല്ല, മൈ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ എന്റെ ഏജ് എന്ന് പറയുന്നത് 26 ആണ്. ഞാൻ ഫസ്റ്റ് പീരിയഡ്സ് ആവുന്നത് 7th നിന്ന് 8th പോകുന്ന ആ ഒരു വെക്കേഷൻ പീരീഡ് ഇല്ലേ, നമ്മുടെ വലിയ വെക്കേഷൻ, 2 months വെക്കേഷൻ, സമ്മർ വെക്കേഷനിലാണ് ഞാൻ ആദ്യമായിട്ട് പീരിയഡ്സ് ആവുന്നത്. അതായത് മെയ് മെനാർക്ക് തുടങ്ങുന്നത് അവിടെയാണ്. അപ്പോ സാധാരണ പോലെ കളിക്കാൻ പോവായിരുന്നു ഡെയിലി. അപ്പം നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ ഒക്കെ കൂടെ കളിക്കാൻ പോയി. കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ഒരു ഷവറൊക്കെ കഴിഞ്ഞ് നാമൊക്കെ ചൊല്ലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഒരു ആം, ഇരിക്കുന്ന ഒരു സമയം. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 7:30 to 8ന്റെ ഇടയിൽ ഞങ്ങൾ അപ്പോഴേക്കും ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഡിന്നർ നമ്മൾ നേരത്തെ കഴിക്കുന്ന വീട്ടുകാരാണ്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ജസ്റ്റ് എനിക്കൊരു വെറ്റ് ഫീല് തോന്നിയിട്ട് ഞാൻ വാഷ്റൂമിൽ പോയി നോക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പീരിയഡ്സ് ആയി എന്നുള്ള ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കാത്തിരിക്കുകയായിരുന്നു ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. കാരണം ക്ലാസ്സിലൊക്കെ ഓരോരുത്തർ പീരിയഡ്സ് ആവുകയാണ്. അപ്പൊ ഞാൻ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ലേറ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കിടന്നലറി, അമ്മ 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 എന്ന് ഞാൻ കിടന്നലറി. അപ്പൊ അമ്മ, എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു കാര്യം കാണുമ്പോൾ അമ്മ അങ്ങനെ വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു, എന്തോ വലുത് സംഭവിച്ചിട്ടാണോ ഉണ്ണി ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ളൊരു ഫീൽ അമ്മയ്ക്ക്. അപ്പൊ അമ്മ ഓടി വന്ന് ചോദിച്ചു, എന്താടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ അതൊന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ നോക്കിയപ്പോ അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. പിന്നെ അമ്മയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും അച്ഛന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ഡോട്ടറാണ്, അതായത് എൽഡർ ഡോട്ടർ ആണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റാ. അപ്പൊ അമ്മ നേരെ എന്ത് ചെയ്തു, പാപ്പന്റെ വീട്ടിലേക്ക്, അതായത് അച്ഛന്റെ അനിയന്റെ വീട്ടിലേക്ക് ഓടി. കാരണം അവിടെ അച്ഛമ്മയുണ്ട്, മേമയുണ്ട്. അവരുടെ അടുത്ത് പറയാൻ വേണ്ടിട്ട്, മനീഷ് മോൾ ഇങ്ങനെ വലിയ കുട്ടിയായി ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് അമ്മ ഓടിപ്പോയി. അപ്പൊ ഞാനൊരു 2 minutes അത്രേനേ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഞാനിങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ അമ്മേനെയും കാത്ത് നിൽക്കുകയാണ്. നീ ഇതെന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിങ്ങനെ കാത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ അമ്മ വരുന്നത് കാണാനില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ അമ്മയുടെ പിന്നാലെ ഓടി. ഞാൻ പാപ്പന്റെ വീട്ടിൽ പോയി. പാപ്പന്റെ വീട്ടിൽ പോയപ്പോ അമ്മയും അച്ഛനെയും ഒക്കെ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, വേഗം വേഗം വീട്ടിൽ പോ എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ച് അവിടെ നിന്ന് ഓടിച്ചു. ഞാൻ വീട്ടിലോട്ട് വന്നു, തൊട്ടടുത്ത വീടൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു. തിരിച്ച് വീട്ടിലെത്തിയതും പിന്നാലെ അമ്മയും എത്തി. അമ്മ എത്തിയിട്ട് അമ്മ എനിക്ക് ഫസ്റ്റ് പാഡ് അല്ലാട്ടോ ഞാൻ യൂസ് ചെയ്തത്, തുണിയാണ്. തുണിയൊക്കെ മടക്കി അത് കഴിഞ്ഞിട്ട് എനിക്ക് സെറ്റ് ആക്കി തന്നു. പാഡൊക്കെ വെച്ച്, അല്ല സോറി, തുണിയൊക്കെ ഉടുപ്പിച്ച് തന്ന് എന്താ പറയാ, സെറ്റ് ആക്കി നമ്മളെ വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്നെ അമ്മ കുളിപ്പിക്കുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് എന്നെ കുളിപ്പിച്ച് തുണിയൊക്കെ ഉടുപ്പിച്ച് സെറ്റ് ആക്കിയിട്ട് എന്നെ പുറത്തിറക്കിയപ്പോൾ മഹേഷ് ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, മഹേഷ് എന്ന് പറയുന്നത് എന്റെ അനിയനാണ്. അപ്പൊ അവനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി വലിയ കുട്ടിയായി, ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്നതും ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നതാ, ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഒരു 10-10:30 ആയപ്പോ, ഒരു 10-10:30-11 മണി സമയമായപ്പോഴേക്കും ഞാൻ എണീറ്റു. എണീറ്റപ്പോ വീട്ടിൽ മൊത്തം ബഹളം. അതായത് നമ്മുടെ നോർമലി ഉണ്ടാവുന്ന ഒരു വീട് പോലെയല്ല. കുറച്ചിങ്ങനെ സംസാരവും ഉറക്കെയുള്ള സംസാരവും ചിരിയും അങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപ്പനും അച്ഛനും എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എൽഡർ ഡോട്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മൂത്ത കുട്ടി, അവള് വലിയ കുട്ടിയായി, ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പൊ അങ്ങനെ പാപ്പനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പാപ്പനൊക്കെ നിറയെ സാധനങ്ങളായിട്ടാ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഒരുപാട് ബേക്കറി ഐറ്റംസ് ആയിട്ടാണ് പാപ്പനൊക്കെ വന്നിരിക്കുന്നത്.
അങ്ങനെ പാപ്പൻ എന്നെ ഇങ്ങനെ കാണാൻ വന്നു. എനിക്കിപ്പോഴും പാപ്പന്റെ ആ മുഖം ഓർമ്മ. പാപ്പ ഒരു ചിരിയിലാ വന്നെ. അങ്ങനെ ഒരു ചിരിയിലാ പാപ്പനെ കാണാൻ വന്നത്. അച്ഛനുണ്ട് ചെറിയൊരു നാണം ഉണ്ടായിരുന്നു എന്റെ അടുത്തേക്ക് വരാനും അങ്ങനെയൊക്കെ. എന്നാലും അച്ഛനും പാപ്പന്റെ കൂടെ വന്നപ്പോ ഇവരിങ്ങനെ പറഞ്ഞു "വനീഷോളെ അങ്ങനെ വലിയ കുട്ടിയായില്ലേ?" അങ്ങനെയൊക്കെ ഒരു ജസ്റ്റ് ഒരു ടോക്ക്. ആ സമയത്ത് ഞാൻ കുറച്ച് നാണം ഇങ്ങനെ അഭിനയിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് നാണം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ നാണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ കുറച്ച് അവരുടെ മുന്നിൽ ഒരു ചമ്മലൊക്കെ ഇങ്ങനെ ഇങ്ങനെ അഭിനയിച്ചു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ കോള് വരിക. എന്റെ അച്ഛന്റെ ചേട്ടൻ, വല്യച്ഛൻ ബോംബെയിലാണ്. ആള് നാട്ടിലില്ല. അപ്പൊ ആള് വിളിച്ചിട്ട് ഇതുപോലെ തന്നെ ഭയങ്കര സന്തോഷത്തില് നമ്മുടെ അടുത്ത് ഇങ്ങനെ അങ്ങനെ സംസാരിച്ചു. പിന്നെ വല്യമ്മ സംസാരിച്ചു. പിന്നെ മാമന്മാര് വിളിച്ചു. അമ്മയ്ക്ക് 2 ഏട്ടന്മാരുണ്ട്. അവര് വിളിച്ചു. വല്യമ്മ, അമ്മായി എല്ലായിടത്തും എനിക്കിങ്ങനെ കോളുകള്. അപ്പൊ ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 7 ഡേയ്സ് അതായത് നമ്മുടെ പീരിയഡ്സിന്റെ ഒരു 7 ഡേയ്സ് എന്നൊരു വീട്ടിൽ തന്നെ അല്ല എന്നൊരു റൂമിൽ ഇവരെ ഇരുത്തി. എന്റെ മാസ്റ്റർ ബെഡ്റൂം ഞങ്ങളുടെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ ഇരുത്തി. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ തിന്നാൻ കൊണ്ട് തരിക. അതുപോലെ എന്താണ് അരിഷ്ടങ്ങള്, ലേഹ്യങ്ങള്, നട്ട്സ് ഈ വക കാര്യങ്ങളൊക്കെ റൂമിൽ ഇങ്ങനെ ഒരു ഡപ്പയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നേരത്തിന് വന്ന് അമ്മ എടുത്ത് തരും. അമ്മയ്ക്ക് മാത്രമേ ആ റൂമിൽ പ്രവേശനമുള്ളൂ. പിന്നെ എന്താ പറയാ നല്ല പച്ചമഞ്ഞളും ഒക്കെ അരച്ച് തേച്ച് കുളിപ്പിക്കുക എല്ലാ ദിവസവും. ഈ വക പരിപാടികള് തലയിലൊക്കെ ഒരു കൊട്ട എണ്ണ എന്നും ഇങ്ങനെ തേച്ച് കുളിപ്പിക്കുക. ആ പരിപാടീസിലാണ് അമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് നല്ല പണിയായിരുന്നു. അമ്മയ്ക്ക് എന്നെ ഒരു കുഞ്ഞു മോളെ പോലെ നോക്കുകയും വേണം, വീട്ടിലത്തെ പണിയെടുക്കണം. ഐ സ്റ്റിൽ റിമെമ്പർ ഓൾ ദാറ്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 7th ഡേ പിന്നെ എനിക്ക് ഒരു ഇത് തരണം. പിന്നെ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ആരതി അതുപോലെ തന്നെ നീതു എന്ന് പറഞ്ഞിട്ട്. ഞാൻ തക്കു അക്കിരി എന്നാണ് അവരെ വിളിക്കുക. അതാണ് അവരുടെ വിളിപ്പേര്. അപ്പൊ തക്കു അക്കിരിയും വന്നിട്ട് എന്നെ ഇരുത്തിയിട്ടുള്ള ജനാലയിൽ റൂമിന്റെ വിൻഡോയിൽ വന്നിട്ട് അവരിങ്ങനെ കൊട്ടും. അപ്പൊ ഞാൻ അത് തുറന്നിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ ബോർ അടിച്ചിട്ട് വയ്യ. കാരണം ഇങ്ങനെ കാറോടി നടന്ന് കളിച്ചൊരു കുട്ടി പെട്ടെന്ന് വീട്ടിലിരിക്കേണ്ടി വരികയല്ലേ. എനിക്കത് ഭയങ്കര ബോറിംഗ്. ആ ഒരു സെഗ്മെന്റ് എനിക്ക് അതിൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു. ഉം അപ്പൊ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ എന്റെ റൂമിൽ കുറെ സ്നാക്സ് ബോക്സ് ഉണ്ടായിരുന്നു. അമ്മ എനിക്ക് ഇത് വേണ്ടി വെച്ചിട്ട്. അപ്പൊ അതിൽ കുറെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറെ ഇവർക്ക് എടുത്തു കൊടുക്കും. അല്ലാതെ അമ്മയും കൊടുക്കും. അങ്ങനെ ആ ഒരു സെഗ്മെന്റ് എനിക്ക് അതിൽ നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ 7 ഡേയ്സ് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഇടയിലൊക്കെ ഓരോരുത്തരും നമ്മുടെ റിലേറ്റീവ്സും അതുപോലെ തന്നെ നൈബേഴ്സും ഒക്കെ വന്ന് നമ്മളെ കാണുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ ഡ്രസ്സായിട്ടും അതുപോലെ തന്നെ എന്താ പറയാ ഇതുപോലെ പലഹാരങ്ങളായിട്ടും കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അമ്മയുടെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ വല്യമാമനും കുഞ്ഞുമാമനും വന്നത് ഏതാണ്ട് നമ്മളെ പ്രസവത്തിനൊക്കെ കൊണ്ടുപോകില്ലേ ഒരുപാട് ലഡ്ഡു, ഒരുപാട് ജിലേബി അങ്ങനെയൊക്കെ ആയിട്ടാണ് മാമന്മാരൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറെ നട്ട്സ്, കുറെ ലേഹ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്തൊന്നും ഇതുപോലെ ആയുർവേദ മരുന്നുകൾ കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ലേഹ്യം എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെടും. അരിഷ്ടം എനിക്ക് ഇഷ്ടം. നല്ലൊരു മധുരവും ആസവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ബ്ലഡ് വെക്കാനുള്ള ആസവങ്ങളും അരിഷ്ടങ്ങളും ഒക്കെയാണ് ആ സമയത്ത് തന്നിരുന്നത്. അതുപോലെ തന്നെ നാൽപ്പാമരാതി എണ്ണയിട്ട് കുളിപ്പിക്കുക ഈ വക പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ആ ഒരു 7 ഡേയ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് 7th ഡേ ഇത് നമ്മൾ ഋതുമതി ഫംഗ്ഷൻ പോലെ അക്കാലത്ത് നടത്തിയിരുന്നു. അതായത് എന്റെ വല്യച്ഛന് ഞാൻ പറഞ്ഞില്ലേ വല്യച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ കുട്ടീനെ എന്തായാലും ആ രീതിയിൽ തന്നെ നമുക്ക് ചടങ്ങുകളൊക്കെ നടത്തണം എന്നുള്ളത് വല്യച്ഛന്റെ ഒരു ഭയങ്കര ആഗ്രഹം കൂടെയായിരുന്നു. അപ്പൊ വല്യച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ എതിർത്ത് സംസാരിക്കുക എതിർത്ത് പറയുക എന്നുള്ളത് ഇല്ല. അപ്പൊ അച്ഛനും ഓക്കെ വെച്ചു. ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ ഒരു ആഗ്രഹമാണ് എന്നുള്ള രീതിയിൽ അത് വലിയൊരു ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് നടത്തിയത്. അതായത് അന്നത്തെ ദിവസം മോർണിംഗ് തന്നെ നമ്മുടെ എത്ര ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അതായത് അച്ഛന്റെ ഫാമിലിയിൽ അച്ഛൻ ഉൾപ്പെടെ 4 സിബ്ലിങ്സ് ആണ്. അമ്മയുടെ ഫാമിലിയിലും അമ്മ ഉൾപ്പെടെ 4 സിബ്ലിങ്സ് ഉണ്ട്. അപ്പൊ ഇവരും അതുപോലെ തന്നെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സന്തോഷ് അങ്കിളുണ്ട്. സന്തോഷ് വല്യച്ഛനെ ഞാൻ വിളിക്കുക. ആ വല്യച്ഛനും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും പേരാണ് നമ്മുടെ വീട്ടിൽ അന്ന് ഫംഗ്ഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്റെ ഈ പറയുന്ന കളിക്കൂട്ടുകാര് അതായത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും കളിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന അവിടെ ആ ഒരു ഗ്യാങ് അവരൊക്കെയായിരുന്നു അന്ന് വീട്ടിലുണ്ടായിരുന്നവര്. അപ്പൊ അന്നത്തെ ദിവസം രാവിലെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ ആ റൂമിൽ നിന്ന് ഈ 7 ദിവസത്തിന് കഴിഞ്ഞിട്ട് പുറത്തിറക്കിയ ഒരു ഫംഗ്ഷൻ നേരെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തത് ഹാളില് നമ്മുടെ പുൽപ്പായില്ലേ പായ പായ വിരിച്ചു. പായ വിരിച്ചിട്ട് പായയിലൊരു പലക അതായത് മുട്ടിപ്പലക ഇല്ലേ നമ്മുടെ വുഡിന്റെ ആ പലക ഇട്ടു. അതിൽ എന്നെ ഇരുത്തിയതിനു ശേഷം നല്ലെണ്ണ
നമ്മുടെ പ്ലാവിന്റെ ഇല കുമ്പിള് കുത്തിയിട്ട്, നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ പോലെ കുമ്പിള് കുത്തിയിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് തലയിൽ കൂടെ ഒഴിക്കാൻ തുടങ്ങി. അപ്പൊ അതായിരുന്നു. അപ്പൊ അവിടെ അന്ന് വന്നിരുന്ന എല്ലാവരും ഒഴിച്ചു എന്റെ തലയിൽ കൂടെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണേ, അപ്പൊ എന്റെ കണ്ണിൽ കൂടെ ഒക്കെ ഇങ്ങനെ എണ്ണ ഒലിക്കുന്നത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചമഞ്ഞളും അതുപോലെ തന്നെ ഈ മുൾട്ടാണി മിട്ടി, പിന്നെ എന്താ കടലമാവ്, ഇതൊക്കെ ചേർത്ത് അമ്മ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹൽദി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാക്കി വെക്കില്ലേ, അതുപോലെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും എല്ലാവരും എന്റെ മുഖത്തും മേത്തും ഒക്കെ വെച്ച് തേച്ചു. അതായത് അച്ഛൻ അതായത് വെല്ലിച്ചൻ അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെല്ലിച്ചൻ ബോംബെയിൽ തന്നെയായിരുന്നു. വെല്ലിച്ചൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാതും ആസ് പെർ ഹിസ് ഡയറക്ഷൻ ആയിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം അപ്ലൈ ചെയ്തു, മേലൊക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നെ നേരെ ബാത്റൂമിൽ കൊണ്ടിരുത്തിയിട്ട് പെണ്ണുങ്ങളെല്ലാവരും ഓരോ കപ്പ് വെള്ളവും എന്റെ തലയ്ക്ക് ഒഴിച്ചിട്ട് അവര് റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോള് മീനു എന്ന് പറയുന്ന ഒരു കുട്ടി, മീനു അതായത് എന്റെ കസിൻ, ഫസ്റ്റ് കസിൻ, അവള് എന്ത് ചെയ്തു, അവളും എന്റെ അമ്മയും കൂടിയിട്ട് എന്നെ കുളിപ്പിച്ചിട്ട് പുതിയ പട്ടുപാവാടയൊക്കെ ഇട്ട് തന്നു. പട്ടുപാവാട വല്യമ്മ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അമ്മയുടെ ചേച്ചി തന്നായിരുന്നു പട്ടുപാവാട. ഒരു പീകോക്ക് കളർ പഫ് സ്ലീവ്സ് ഒക്കെ ഉള്ള ഒരു പട്ടുപാവാട ഇട്ടു. പട്ടുപാവാടയൊക്കെ ഇട്ടതിന് ശേഷം അച്ഛൻ എനിക്ക് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ മാല, വളകള്, അതുപോലെ തന്നെ മോതിരം, കമ്മൽ, ഇതൊക്കെ പുതിയതുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇട്ടതിന് ശേഷം എനിക്കറിയാലോ, അപ്പൊ വീട്ടിൽ അച്ഛൻ കൊണ്ടുവച്ചത് എനിക്കറിയാം. അപ്പൊ അതൊക്കെ ഇട്ടതിന് ശേഷം എന്നെ ഹാളിൽ കൊണ്ടിരുത്തിയിട്ട് എന്നെ ഏതാണ്ട് ഈ കല്യാണ പെണ്ണുങ്ങൾ പോലെ ഈ രണ്ട് സ്ഥലത്ത് ഓരോരുത്തർ ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ഇവിടെ ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടിരുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയതിന് ശേഷം പിന്നെ എല്ലാവരും ഇങ്ങനെ, അതായത് ഇങ്ങനെ ഓരോ ഗോൾഡ് അതായത് ഹെവി ഗിഫ്റ്റുകളൊക്കെ എനിക്ക് കൊണ്ടിങ്ങനെ തരികയാണ്. പാപ്പൻ വല്യച്ഛന്റെ ഗിഫ്റ്റ് പാപ്പനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വല്യച്ഛന്റെ ഗിഫ്റ്റ് ഇട്ട് തരുന്നുണ്ട്, അമ്മായിയുടെ, അതുപോലെ തന്നെ മാമന്മാരുടെ, വല്യമ്മയുടെ, ഈ അച്ഛന്റെ ഫ്രണ്ടിന്റെ ഒരു കമ്മലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വർണ്ണ വിഭൂഷിതയായിട്ട് ഞാനിങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്നു. അപ്പൊ പിന്നെ അന്ന് എല്ലാവർക്കും ഫുഡ് ഉണ്ടായിരുന്നു വീട്ടില്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും. അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര എന്താ പറയാ, ഞാൻ നല്ലൊരു കല്യാണ പെണ്ണായ ഒരു ഗമയിലാണ് ഞാൻ അവിടെ നടന്നിരുന്നത്. അത് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഓർണമെന്റ്സ് ഒക്കെ ഇടുന്ന ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോ ഏകദേശം എന്നെ എല്ലാവരും ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു സംഭവം വിട്ടു. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ ഭയങ്കര ഒരു നോർമൽ പേഴ്സണെ പോലെ ആയി ഞാൻ ആ വീട്ടിൽ. അത്ര നേരം എനിക്കൊരു ഭയങ്കര കെയർ തന്നിരുന്നത് പിന്നെ അങ്ങനെയില്ല. പിന്നെ ഞാനും എല്ലാവരുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ അങ്ങനെ പറന്ന് നടന്നു. അതാണ് മെയിൻ ആയിട്ട് എന്റെ ഋതുമതി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. കാരണം അച്ഛനും അമ്മയും ഉണ്ടായിട്ട് നടത്തിയിട്ടുള്ള എന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയില്ലേ, അതായത് എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷമുള്ള മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഋതുമതി ഫംഗ്ഷൻ തന്നെയായിരുന്നു. അതായത് അന്നൊക്കെ ഇതിനെ കുഞ്ഞിക്കല്യാണം എന്നാ പറഞ്ഞത്. എന്റെ അച്ഛനും അമ്മയും എന്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നില്ല, അവർ മരിച്ചുപോയി. അപ്പോൾ അപ്പൊ എനിക്കത് അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കല്യാണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഇന്നിപ്പോ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോ ഞാനിങ്ങനെ വിചാരിക്കും, അന്ന് നമ്മുടെ ഒന്നും ഇങ്ങനെ ക്യാപ്ചർ ചെയ്തില്ലല്ലോ, അത് ക്യാപ്ചർ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആ ഒരു ഫോട്ടോ എലമെന്റ് മാത്രമാണ് അന്നത്തെ ഒരു ഫംഗ്ഷനിൽ ഇല്ലാതിരുന്നത്. എന്തോ നമ്മുടെ അങ്ങനെ ഒരു തോട്ട് ആർക്കും പോയില്ല തോന്നുന്നു. എനിക്കും അത്ര ബുദ്ധിയില്ലല്ലോ, അപ്പൊ എനിക്കും പോയില്ല. പക്ഷെ എന്നും എന്റെ മനസ്സിലൊരു സിനിമാറ്റിക് ഫീലില്, ഒരു സിനിമ പോലെ എനിക്ക് ഇതെല്ലാം ഓർമ്മയുണ്ട്. അപ്പോ ഇതാണ് എന്റെ ഋതുമതി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അത്. അതായത് നല്ല ആഘോഷിച്ച് അങ്ങനെയാണ് എന്റെ ആ ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ഇടക്കാലത്തുള്ള എന്നെക്കാട്ടും മുൻപുള്ള ആൾക്കാർക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കുട്ടികളെ ഞാൻ പറയില്ല കേട്ടോ, അവർക്ക് അങ്ങനെ ഒരു മടിയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അതിന് മുന്നുള്ള കുട്ടികൾക്കൊക്കെ കുറച്ചൊരു മടി പോലെ അത് പറയാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കെന്തോ ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ചില്ലായിരുന്നു ആ കാര്യത്തിൽ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ ഒരു കാര്യം എന്റെ അടുത്തേക്ക് വന്ന പോലെയായിരുന്നു എനിക്ക് ആ ഒരു ഫസ്റ്റ് പീരിയഡ്സ് എനിക്ക് കിട്ടിയപ്പോ. അടിച്ച മോനെ എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഞാനിരുന്നുള്ളത്. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഋതുമതി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ്. അപ്പൊ ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ജില്ല എന്തായാലും കാണണം. ബാക്കി എല്ലാവരും നിങ്ങളുടെ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.